ബാബിലോൺ മെസപ്പൊട്ടോമിയൻ സുമേരിയൻ സംസ്കാരങ്ങളുടെയൊക്കെ പേറ്റില്ലമായ ഒരു നാട്. ഒരു കാലത്ത് ലോകത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ബാഗ്ദാദ് അടങ്ങുന്ന നാട്. പക്ഷേ ആ നാടിന്റെ ആധുനിക ചരിത്രം എന്നത് യുദ്ധങ്ങളുടെയും മരണത്തിന്റെയും അക്രമത്തിൻ്റെതുമാണ്. ഇറാൻ ഇറാഖ് യുദ്ധം, സദ്ദാമിന്റെ കുവൈത്ത് യുദ്ധം, അമേരിക്കൻ ആക്രമണം, സദ്ദാമിന്റെ വധം, ICCയുടെ വളർച്ച തുടങ്ങി കഴിഞ്ഞ 30 വർഷത്തെ ഈ രാജ്യത്തിന്റെ ചരിത്രം കലാപരൂഷിതമാണ്. എന്നാൽ സദ്ദാമിന്റെ പതനത്തിനു ശേഷം 2018 ഇറാഖിന്റെ ഗ്രാമങ്ങളിൽ പിടിമുറുക്കിയ ICCനെ പുറന്തള്ളിയതിനു ശേഷം താരതമ്യേന സമാധാനപരമായ ജീവിതമാണ് ഈ നാട്ടുകാർ നയിക്കുന്നത്. അധികാരം പങ്കിടൽ സമ്പ്രദായമാണ് യുദ്ധാനന്തര ഇറാഖിൽ ഇപ്പോഴുള്ളത്. പ്രസിഡന്റ് സ്ഥാനം കുർദികൾക്കുള്ളതാണ്. പ്രധാനമന്ത്രി സ്ഥാനം ഷിയ ഗ്രൂപ്പുകൾക്കും. പാർലമെന്റ് സ്പീക്കർ സുന്നിയാണ്. അതുപ്രകാരം കുർദിഷ് രാഷ്ട്രീയ നേതാവ് അബ്ദുൽ ലത്തീഫ് റാഷിദാണ് ഇറാഖിലെ പ്രസിഡന്റ്. പക്ഷെ പാർലമെന്റിൽ വലിയ സമ്മർദ്ദ ശക്തിയായി മാറിയിരിക്കുന്നത് ഷിയ ഗ്രൂപ്പുകളാണ്. പുതിയ സർക്കാർ വന്നിട്ടും രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ യാതൊന്നും ശ്രദ്ധിക്കാതെ മതം കളിച്ചിരിക്കുന്ന പരിപാടിയാണ് ഇവിടെ. ജനാധിപത്യ സർക്കാർ എന്ന് പേരുണ്ടെങ്കിലും ജനങ്ങളുടെ ക്ഷേമമല്ല അവർക്ക് പ്രധാനം. ഇപ്പോൾ ഇറാഖ് ഭരണകൂടം ലോകത്തിനു മുന്നിൽ വലിയ ചർച്ചയാവുന്നത് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില മാനവിക വിരുദ്ധ നിയമങ്ങളാണ്. ലോകത്തെ നിരവധി ബാലാവകാശ മനുഷ്യാവകാശ സംഘടനകളും എഴുത്തുകാരുമൊക്കെ പിഡോഫിലിയക്കെതിരെ ശക്തമായി പൊരുതുമ്പോൾ ഒരു രാജ്യം അത് നിയമമാക്കി മാറ്റുന്നു. ഇറാഖിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തലതിരിഞ്ഞ പരിഷ്കാരങ്ങളുടെ അവസാനത്തെ ഇര അവിടുത്തെ പെൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സാക്കി കുറയ്ക്കാനുള്ള ഇറാഖ് പാർലമെന്റ് അവതരിപ്പിച്ച ബിൽ വ്യാപക പ്രതിഷേധത്തേക്കും ആശങ്കയ്ക്കും കാരണമൊരുക്കുകയാണ്. ഇറാഖിൽ നിലവിൽ വിവാഹത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 ആണ്. ഈ നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ഇറാഖി ഭരണകൂടത്തിന്റെ ശ്രമം. കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരങ്ങളെയോ നീതിന്യായ വ്യവസ്ഥയോ പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാമെന്നും ഭേദഗതി ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഭേദഗതി നടപ്പാക്കി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം 9 വയസ്സാകും. ആൺകുട്ടികളുടേത് 15 വയസ്സായി മാറും. ഇത് അനന്തരാവകാശം, വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് ഇടയാക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും ശൈശവ വിവാഹം, ചൂഷണവും കൂടാനും സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനും ഇത് കാരണമാകും. ഗാർഹിക പീഡനത്തിന്റെ ഉയർന്ന സാധ്യതയും നേരത്തെയുള്ള ഗർഭധാരണവുമെല്ലാം ഇതിന്റെ അനന്തരഫലമായിക്കൂടെ എന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ നീക്കത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകളും സിവിൽ സൊസൈറ്റി പ്രവർത്തകരും സ്ത്രീ സംരക്ഷണ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ് വാച്ചും ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. നിയമ ഭേദഗതി ഇറാഖിനെ പിന്നോട്ട് നയിക്കുമെന്നും നിയമങ്ങൾ കാറ്റിൽ പറത്തി നിരവധി ബാലവിവാഹങ്ങളാണ് ഇറാഖിൽ നടക്കുന്നതെന്നും ഹ്യൂമൻ റൈറ്റ് വാച്ച് ഗവേഷകയായ സാറ സാൻബാർ വ്യക്തമാക്കിയിരുന്നു. ഇറാഖിലെ 28% പെൺകുട്ടികളും 18 വയസ്സാകുന്നതിന് മുമ്പേ വിവാഹിതരാകുന്നുണ്ടെന്ന് യൂണിസെഫ് പഠനങ്ങൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്ലാമിക നിയമത്തെ ക്രമീകരിക്കാനും യുവതലമുറയെ അധാർമിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് പുതിയ മാറ്റമെന്നാണ് നിയമസഭാ ഭേദഗതിയെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ അവസാനം വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കൊണ്ടുവരുന്നതെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു. ഇപ്പോൾ ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ വീണ്ടും ഈ ബിൽ പാർലമെന്റ് സമ്മേളനത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. സുന്നി ഭൂരിപക്ഷ രാഷ്ട്രീയമാണെങ്കിലും ഇറാഖിൽ തൊട്ടയാൽ രാജ്യം പിന്തുണയ്ക്കുകയാണ്. ഷിയ പാർട്ടികൾക്ക് നല്ല വേരോട്ടം കിട്ടുകയാണ്. ഇപ്പോൾ പാർലമെന്റിലും നിർണായക ശക്തിയാണ് ഷിയകൾ. ഈ പാർട്ടികൾക്കെല്ലാം ഇറാന്റെ സഹായവും ഫണ്ടും കിട്ടുന്നുണ്ടെന്ന് വ്യക്തമാണ്. ഇറാഖിന്റെ നിലവിലുള്ള അരക്ഷിതാവസ്ഥ മുതലെടുത്ത് പതുക്കെ ആ രാജ്യത്തേക്ക് ഇറാൻ കയറി വരികയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. സദ്ദാം ഹുസൈൻ ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായിരിക്കുന്നത് തന്നെ ഷിയാസിസത്തിനെ തടയുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണെന്ന് നേരത്തെ തന്നെ പഠനങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോഴുള്ള വിവാഹ നിയമ ഭേദഗതി പരിശോധിച്ചാൽ അത് കൃത്യമായ ഷിയ പുരുഷന് വേണ്ടിയാണെന്ന് വ്യക്തമാണ്. ഭേദഗതി ചെയ്ത നിയമം കുടുംബ നിയമം പിന്തുടരണോ എന്ന് തീരുമാനിക്കാൻ പുരുഷന്മാരെയാണ് അനുവദിക്കുന്നത്. പുരോഹിതർക്ക് അമിതമായ അധികാരവും ഇത് നൽകുന്നു. ഇറാഖിലെ അനന്തരാവകാശ നിയമത്തിൽ മാറ്റം വരുത്തുന്ന തരത്തിലാണ് കരട് ഭേദഗതി വരുത്തുന്നത്. സുന്നി പാരമ്പര്യ ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിലവിലെ നിയമപ്രകാരം ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് അവന്റെ സ്വത്ത് അവകാശമായി ലഭിക്കും. ഭേദഗതി ചെയ്ത നിയമം സുന്നി വിവാഹത്തിലെ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നും അനന്തരാവകാശം അനുവദിക്കും. എന്നാൽ ഷിയ വിവാഹങ്ങളിൽ സ്ത്രീകളെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്യുന്നു. നിലവിൽ എല്ലാ ഇറാഖികൾക്കും ബാധകമായ നിയമത്തിൽ വിവാഹമോചിതരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭർത്താവിൽ നിന്ന് സംരക്ഷണത്തിന് അവകാശമുണ്ട്. പ്രായപൂർത്തിയായാൽ കുട്ടികൾക്ക് ആരുടെ ഒപ്പം ജീവിക്കാമെന്ന് തീരുമാനിക്കാം. ഭേദഗതി ചെയ്ത നിയമപ്രകാരം ഷിയ പുരുഷനിൽ നിന്നും വിവാഹമോചനം നേടുന്ന സ്ത്രീ വിവാഹം അവസാനിപ്പിക്കാൻ ഭർത്താവിന് ഒരു തുക നൽകാൻ നിർബന്ധിതരാകും.
നിലവിലെ ഇറാഖി സുന്നി ആചാരത്തെ അടിസ്ഥാനമാക്കി ഒരു സ്ത്രീക്ക് വേർപിരിയൽ അഭ്യർത്ഥിക്കുകയും മതിയായ ന്യായീകരണം നൽകിയാൽ ഒരു ജഡ്ജിക്ക് വിവാഹമോചനം അനുവദിക്കുകയും ചെയ്യാം. പണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ എവിടെ നോക്കിയാലും ഷിയ പുരുഷന് അനുകൂലമാണ് പുതിയ നിയമം വരുന്നത്. ഇറാഖിലെ ഷിയ പാർട്ടികൾ വ്യക്തിത്വ നിയമം പരിഷ്കരിക്കാൻ മുമ്പ് ശ്രമിച്ചിരുന്നു. 2014-ലും 2017-ലും അവരുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല. പ്രാഥമികമായി ഇറാഖി സ്ത്രീകളുടെ എതിർപ്പ് കാരണം ഇപ്പോൾ ഷിയ പാർട്ടികൾ മുമ്പത്തതിനേക്കാൾ ശക്തമാണ്. പക്ഷേ അവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ താലിബാൻ സമാനമാണെന്ന് രാജ്യത്തിനകത്തു നിന്ന് തന്നെ വിമർശനം വന്നു കഴിഞ്ഞു. ഇറാഖി സർക്കാർ ഇതര സംഘടനകൾ, മനുഷ്യാവകാശ പ്രവർത്തകർ, അഭിഭാഷകർ, സുന്നി പുരോഹിതന്മാർ, നിരവധി രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർ ഭേദഗതിയെ രൂക്ഷമായി വിമർശിച്ചു. ഈ നിയമം പാസാക്കിയാൽ ഏറ്റവും വലിയ നഷ്ടം ഷിയ സ്ത്രീകൾക്കാണ്. ഇറാഖി പത്രപ്രവർത്തകരും നിരവധി വനിതാ അസോസിയേഷനുകളിലെ അംഗവുമായ ഹെബ അൽ നയീബ് ദി മീഡിയയോട് പറഞ്ഞു. പുതിയ നിയമം ഇറാഖി നിയമവിധേയമാക്കിയ ശൈശവ വിവാഹത്തിലേക്ക് നയിക്കുമെന്നും അവർ പറയുന്നു. ഇറാഖിൽ ശൈശവ വിവാഹം ഇതിനകം തന്നെ ഒരു പ്രധാന സാമൂഹിക പ്രശ്നമാണ്. ഇനി പുതിയ നിയമം വന്നാലുള്ള അവസ്ഥ എന്താവുമെന്നും അവർ ചോദിച്ചു. നിരവധി ഇറാഖി അഭിഭാഷകരും സാമൂഹിക പ്രവർത്തകരും സുന്നി മത നേതാക്കളും നിർദ്ദിഷ്ട പരിഷ്കാരങ്ങളെ എതിർക്കുന്നു. കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് നിയമവിധേയമാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് സ്ത്രീകളുടെ അവകാശ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ രോഷപ്രകടനം നടത്തുകയും ചെയ്തു. കടുത്ത പ്രക്ഷോഭത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രാജ്യത്തിന്റെ തലസ്ഥാനമായ ബഗ്ദാദിലും മറ്റ് പല നഗരങ്ങളിലും സ്ത്രീകളുടെ ശക്തമായ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭേദഗതി വരുത്തിയ നിയമത്തിന്റെ ഏറ്റവും വിവാദപരമായ ഫലങ്ങളിലൊന്ന് ഷിയ വിഭാഗത്തിന്റെ സവിശേഷമായ ഒരു ആശയമായ ആനന്ദ വിവാഹം നിയമവിധേയമാക്കുന്നതാണ്. അറബിയിൽ നിക്കാഹ്, മുത്താഹ് എന്നറിയപ്പെടുന്ന ഉല്ലാസ വിവാഹം മണിക്കൂറിൽ നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വിവാഹമാണ്. സ്ഥിരമായ വിവാഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിവാഹത്തിന് കോടതി രജിസ്ട്രേഷനോ സാക്ഷികളോ സാന്നിധ്യമോ ആവശ്യമില്ല. ഉല്ലാസ വിവാഹം നിയമവിധേയമാക്കുന്നത് ശൈശവ വിവാഹവും വേശ്യാവൃത്തിയും നിയമവിധേയമാക്കാൻ ഉപയോഗിക്കുമെന്നും വിമർശകർ പറയുന്നു. ബഗ്ദാദ് പോലുള്ള വലിയ നഗരങ്ങളിലെ സമ്പന്നർ ഗ്രാമങ്ങളിലെത്തിയാണ് ഇതിന് പരിപാടി നടത്തുന്നത്. ഇതിന് പ്രാദേശിക മതനേതൃത്വത്തിന്റെ പിന്തുണയുമുണ്ട്. രണ്ട് കക്ഷികളും സമ്മതിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അനൗപചാരികമായ വിവാഹ ചടങ്ങ് ഇവിടെ പണം വാങ്ങി പുരോഹിതർ തന്നെ നടത്തി കൊടുക്കാറുണ്ട്. അതിനുശേഷം പുരുഷൻ സ്ത്രീക്ക് വധുവില നൽകുകയും പകരമായി വരന് പോകുന്നതുവരെ ലൈംഗികവും ഗാർഹികവുമായ സേവനങ്ങൾ വധു നൽകണം. വരൻ തിരികെ പോകുമ്പോൾ വിവാഹബന്ധം വേർപെടുത്തുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് ആകൃഷ്ടരായി ചെറിയ പെൺകുട്ടികളെ പ്രാപിക്കാനായി സൗദിയിൽ നിന്ന് പോലും വലിയ പണച്ചാക്കുകൾ ഇറാഖിലെത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പെൺകുട്ടി 15 തവണ വരെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു വരൻ വിദേശിയാണെന്നും കല്യാണം കഴിഞ്ഞ് 5 ദിവസത്തിന് ശേഷം വരൻ നാട്ടിലേക്ക് പറന്നുവെന്നും ഇവർ പറയുന്നു. പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ വേശ്യാവൃത്തിയിലേക്ക് തിരിയുകയാണ്. കുർദിസ്ഥാൻ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു പ്രതിഭാസമാണെന്നാണ് ദ ഗാർഡിയൻ എഴുതുന്നത്. വേലക്കാരികളാകാൻ വേണ്ടി വിൽക്കപ്പെടുന്നവർ പലപ്പോഴും എത്തിപ്പെടുന്നത് വേശ്യാവൃത്തിയിലാണ്. ഇറാഖിൽ വേശ്യാവൃത്തി നിയമവിരുദ്ധമല്ല. നേരെ മറിച്ച് അശ്ലീല ഫോട്ടോഗ്രാഫുകളോ സിനിമകളോ നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ഇറാഖി പെൺകുട്ടികളെ വേശ്യാവൃത്തിയിലേക്ക് നയിച്ച ആനന്ദ വിവാഹങ്ങൾക്ക് നിയമപരമായ പ്രാബല്യം കൊടുക്കുന്നതിനെതിരെയും രോഷം പുകയുകയാണ്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ട ജനത എന്നാണ് ഇറാഖിലെ സ്ത്രീകൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. പെൺ ചേലകർമ്മം എന്ന വൃത്തികെട്ട ആചാരവും ഇവിടെ വ്യാപകമാണ്. നിയമവിരുദ്ധമല്ലാത്ത സ്ത്രീ ജനനേന്ദ്രിയം ഛേദിക്കാൻ ഗ്രാമപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കുർദിസ്ഥാനിൽ വ്യാപകമായി നടപ്പാക്കുന്നു. ഇത് ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന 90% സ്ത്രീകളും നഗരപ്രദേശങ്ങളിൽ 30% പേരും ഇതിന് വിധേയമായിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അടിക്കടി ഉണ്ടാകുന്ന യുദ്ധങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പതുക്കെ കയറി വരികയാണ് ഇറാഖ്. എന്നിട്ടും ജനസംഖ്യയുടെ 4-1 പേരും ദാരിദ്ര്യ രേഖയ്ക്ക് കീഴിലാണ്. അതിനാൽ ഏകദേശം 3.5 ദശലക്ഷം കുട്ടികൾ ഈ രാജ്യത്ത് കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. 2003-ൽ അമേരിക്കയുമായുള്ള യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടായ സാമ്പത്തിക കുഴപ്പങ്ങൾ ഇറാഖി കുട്ടികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് വർദ്ധിച്ചു. ഇന്ന് ഏകദേശം 1.5 ദശലക്ഷം കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം അനുഭവിക്കുന്നുണ്ട്. യുദ്ധങ്ങളും അതിക്രമങ്ങളും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചു. യുദ്ധം കുട്ടികളുടെ മനസ്സിൽ പിരിമുറുക്കവും പരിഭ്രാന്തിയും മരണഭയവും സൃഷ്ടിച്ചുവെന്ന് പഠനങ്ങൾ പറയുന്നു. ഇന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന ധാരാളം സംഘങ്ങളുണ്ട്. 2023-ലും 31-ലധികം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി രേഖപ്പെടുത്തിയതായി പറയുന്നു. കുടുംബം പണം നൽകാൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ തട്ടിക്കൊണ്ടുപോയ കുട്ടി പലപ്പോഴും കൊല്ലപ്പെടുന്നു. ICCന്റെ കാലത്ത് തുടങ്ങിയ ഈ അരാജകത്വം നിർത്തലാക്കാൻ ഭരണകൂടത്തിന് ഇതുവരെ ആയിട്ടില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണമെടുത്താൽ അതാകെ കുട്ടികളുടെ 8.1% വരും. സ്ഫോടക വസ്തുക്കളുടെയും കാർ ബോംബുകളുടെയും ഇരകളാണിവർ. കൂടാതെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ബോംബുകളുടെയും മൈനുകളുടെയും കുട്ടികളെ ബാധിക്കുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് 1991 മുതൽ 1 ദശലക്ഷത്തിലധികം ഇറാഖി കുട്ടികൾ ഇങ്ങനെ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു.
സായുധ സംഘടനകളാലും പ്രത്യേകിച്ച് തീവ്രവാദ ശൃംഖലകളായും വലിയ തോതിൽ കുട്ടികൾ ഇപ്പോഴും റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അനാഥരായ കുട്ടികൾ ഏറെയുള്ള രാജ്യമാണ് ഇറാഖ്. 6 ഇറാഖി പൗരന്മാരിൽ ഒരാൾ അനാഥനാണ്. ദാരിദ്ര്യം, HIV, എയ്ഡ്സ്, യുദ്ധം, ഭീകരാക്രമണങ്ങൾ തുടങ്ങിയ വികാരങ്ങളാണ് ഇതിന് പിന്നിൽ. ഇറാഖി നിയമം ദത്തെടുക്കാൻ വ്യവസ്ഥ ചെയ്യുന്നില്ല. കൂട്ടുകുടുംബത്തിന്റെയോ അടുത്ത സുഹൃത്തുക്കളുടെയോ രക്ഷകർത്തൃത്വമാണ് ഏക സാധ്യത. അതിനാൽ അപരിചിതർക്ക് ഇറാഖി കുട്ടികളുടെ നിയമപരമായി രക്ഷകർത്തൃത്വത്തിനുള്ള അവകാശങ്ങൾ നേടാൻ സാധിക്കുകയില്ല. ബാലവേലയ്ക്കെതിരായ നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ടും വലിയൊരു വിഭാഗം കുട്ടികൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പണം സമ്പാദിക്കാൻ നിർബന്ധിതരാകുന്നു. ഈ കുട്ടികൾ തെരുവിൽ ഭിക്ഷയാചിച്ചോ ഡ്രൈവർമാർക്ക് സിഗരറ്റ് വിറ്റോ ദിവസങ്ങൾ ചെലവഴിക്കുന്നു. അവരിൽ ചിലർ മയക്കുമരുന്ന് കടത്തും വേശ്യാവൃത്തി ശൃംഖലയിലും എത്തിപ്പെടുന്നതിനാൽ സ്ഥിതി കൂടുതൽ വഷളാവുകയാണ്. ഇന്ന് 12 വയസ്സ് വരെ സൗജന്യവും നിർബന്ധിതവുമായ ഇറാഖിൽ വിദ്യാഭ്യാസമുണ്ട്. എന്നിരുന്നാലും സൗകര്യങ്ങളുടെ അഭാവം എല്ലാറ്റിനെയും ബാധിക്കുന്നു. രാഷ്ട്രീയ അസ്ഥിരത വിദ്യാഭ്യാസ മേഖലയെ ബാധിച്ചു. നിരവധി പ്രൈമറി, സെക്കൻഡറി സ്കൂളുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു. ഒരു കാലത്ത് ലോക നഗാരിതയുടെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമായിരുന്ന ഇറാഖിലെ പെൺജീവിതങ്ങളെ ഈ രീതിയിൽ തകർത്തത് ISIS ആണ്. 2014-നും 2017-നും ഇടയിൽ ഇറാഖിന്റെ ഗ്രാമങ്ങളിലും നിയന്ത്രണങ്ങളും പിടിച്ചെടുത്ത ISIS വിദ്യാഭ്യാസ സമ്പ്രദായം പതിറ്റാണ്ടുകൾ പിന്നോട്ട് തള്ളി. നിലവിലുണ്ടായിരുന്ന ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചു നീക്കി. എന്നിട്ട് മതം കലർന്ന പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്നതിനായി സ്വന്തം ബദൽ സംവിധാനം സ്ഥാപിച്ചു. സ്കൂളുകളെ അവർ സൈനിക ഔട്ട്പോസ്റ്റുകളാക്കി മാറ്റി. അതിൽ നിന്നും പ്രദേശത്തെ ഇറാഖി സൈനികർക്ക് നേരെ മോർട്ടാറുകളും റോക്കറ്റ്, പോപ്പൽ ഗ്രനേഡുകളും വിക്ഷേപിച്ചു. 2017 ജൂണിൽ യുണിസെഫ് നടത്തിയ പഠനമനുസരിച്ച് 2014 ജനുവരി മുതൽ 2017 മെയ് വരെയുള്ള കാലയളവിൽ സ്കൂളുകൾക്ക് നേരെ 138 അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. സർക്കാർ അധ്യാപകരെ ക്ലാസ് എടുക്കാൻ ISIS അനുവദിച്ചില്ല. പകരം മതത്തിനും ആയുധ പരിശീലനത്തിനും ശക്തമായ ഊന്നൽ നൽകി അവർ സ്വന്തം സ്കൂളുകൾ നടത്തി. എലിമെന്ററി സ്കൂളിൽ ഗണിതത്തിന് പോലും പഠിപ്പിച്ചതിന് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. വിദ്യാർത്ഥികളെ ബുള്ളറ്റുകൾ കാണിച്ചാണ് എണ്ണാൻ പഠിപ്പിച്ചത്. സ്കൂൾ ആയുധപ്പുരകളാക്കി മാറിയതോടെ വിദ്യാഭ്യാസം എന്ന ആശയം ഇല്ലാതായി. വിദ്യാലയങ്ങൾ രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. മൃതദേഹങ്ങൾ കൊണ്ട് പലതും നിറഞ്ഞു. പലയിടത്തും വൈദ്യുത സംവിധാനങ്ങളിലും വെള്ളമോ ശുചിത്വമോ ഇല്ലായിരുന്നു. വഴിയിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ടെന്ന് മാതാപിതാക്കൾ തീരുമാനിച്ചു. താലിബാനെ പോലെ തന്നെ ISISനും പെൺ വിദ്യാഭ്യാസത്തിനോട് കൂടുതൽ പ്രശ്നമായിരുന്നു. ഇറാഖിലെ ISIS അധിനിവേശത്തിന്റെ അനന്തരഫലമായി ദാരിദ്ര്യ നിരക്ക് കുതിച്ചുയർന്നു. ഇതും ആൺകുട്ടികളെക്കാൾ ബാധിച്ചത് പെൺകുട്ടികളെയാണ്. 2014-ൽ വിമൻ ഫോർ വിമൻ ഓർഗനൈസേഷൻ നടത്തിയ സർവേ പ്രകാരം ഗ്രാമങ്ങളിലെ ഇറാഖി കുടുംബങ്ങളിൽ 72% ദാരിദ്ര്യം മൂലം തങ്ങളുടെ പെൺമക്കളെ സ്കൂളിൽ പോകുന്നതിൽ നിന്നും വിലക്കിയതായി കണ്ടെത്തിയിരുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗവും ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതാണ്. സ്കൂളിലേക്കുള്ള വഴിയിൽ തട്ടിക്കൊണ്ടുപോകുകയോ ലൈംഗികമായി അതിക്രമിക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ വന്നതോടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി മുടക്കി. 2018-ൽ ISIS തകർന്നതോടെയാണ് ഇറാഖിന്റെ മൂസ്യൂൾ ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പെൺകുട്ടികൾക്ക് പ്രൈമറി സ്കൂളിലെങ്കിലും പോകാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴും ബാലവിവാഹം കാരണം സ്കൂൾ കടമ്പ കടക്കുന്നവർ അത്രയും കുറവായിരുന്നു. ഇനി പുതിയ നിയമം വന്ന് വിവാഹപ്രായം 9 മാറ്റപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയും സ്ത്രീകളെ തന്നെയായിരിക്കും. അത് തീർച്ചയാണ്.